സ്ത്രീജനങ്ങളുടെ വിഷയം പറയുമ്പോൾ ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ ഒരു സ്ത്രീ വിഷയത്തിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ശത്രുപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചത്? തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇടത് വലത് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥിരം വിഷയം ഒരു സ്ത്രീയെ എടുത്തിട്ട് മറ്റൊരാളെ നാറ്റിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ അത് അവരൊന്ന് കളിച്ചു നോക്കി. പക്ഷെ ഈ ഒരു മീറ്റു ആരോപണത്തിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. നമ്മള് ഒരു ട്രെൻഡാണല്ലോ, അതായത് ഈ സിനിമയൊക്കെ ആണെങ്കിൽ തന്നെ സ്ത്രീകളെ ഏറ്റവും ആകർഷിച്ച സിനിമ എന്ന് പറഞ്ഞിട്ടാണല്ലോ പണ്ട് പരസ്യം വരിക. അപ്പൊ സ്ത്രീജനങ്ങളെ ഇളകിക്കഴിഞ്ഞാൽ പെണ്ണൊരുമ്പെട്ട ബ്രഹ്മനും തടുക്കില്ല എന്നൊരു പ്രമാണമുണ്ട്. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് ഇലക്ഷന് ഒരുപാട് മുന്നോടിയായിട്ട് തന്നെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. ഈ വട്ടം ഇലക്ഷന് ശേഷം ഏത് സ്ഥാനാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങളുടെ വോട്ട് ലഭിച്ചിട്ടുള്ളത് ആ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇത് നിരന്തരമായിട്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് തൃശ്ശൂരിലെ സ്ത്രീജനങ്ങളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ ഒരു സന്തോഷം എന്താണെന്നുള്ളത് പങ്കുവെക്കാനായിട്ട് തൃശ്ശൂരിലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകയായിട്ടുള്ള ശ്രീമതി ജ്യോതി സുകുമാരൻ നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അത് ഇത്തവണ യാഥാർത്ഥ്യമാകും? തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷയാണ്, ഘടകമല്ല, നമ്മളുടെ ഒരു വലിയ പ്രതീക്ഷയാണ് സുരേഷ് ഗോപി ജയിക്കുക എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാവും. അത് തീർച്ചയായും. ഇതിന്റെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ? കാരണം ബൂത്തിലെ നമ്മളെ സ്ത്രീജനങ്ങളുടെ എണ്ണം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ സാധാരണയായിട്ട് വോട്ട് ചെയ്യാൻ മടിച്ച് വീട്ടിലിരിക്കുന്ന ജനത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ജനവിഭാഗമായിരുന്നു. ഇത്തവണ അവരൊക്കെ ഉണർവോടുകൂടി ഫസ്റ്റ് നമ്മുടെ മോദിജി ആദ്യമായിട്ട് തൃശ്ശൂർ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ വിമുഖതയുള്ള ഒരുപാട് സ്ത്രീകൾ അവിടെ വന്ന് ചേർന്നു തേക്കുംകാട്ടിൽ എന്നുള്ളത്. അത് തന്നെ ഒരു വലിയ സൂചനയായിരുന്നു. പിന്നെ അവരുടെ മുഖത്തുള്ള ഒരു പ്രതീക്ഷയും വലിയൊരു സൂചനയായിരുന്നു. പിന്നെ നമ്മൾ പ്രചരണത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പലരെയും വിളിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, ഞങ്ങളുടെ വോട്ട് സുരേഷ് ഗോപിക്കാണെന്ന് പറഞ്ഞ ഒരു നമ്മൾ ഗൃഹസന്ദർശനത്തിനൊക്കെ വേണ്ടി വിളിക്കുന്ന സമയത്ത് നമ്മുടെ വോട്ട് സുരേഷ് ഗോപിക്കാണെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ തന്നെ കണ്ടതാണ് സുരേഷ് ഗോപി എവിടെ ഒരു പ്രചരണത്തിന് പോയപ്പോഴും ധാരാളം സ്ത്രീജനങ്ങള് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ആവേശഭരിതരാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തവണ സുരേഷ് ഗോപി ജയിക്കും. ഈ സ്ത്രീജനങ്ങളുടെ വിഷയം പറയുമ്പോൾ ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ ഒരു സ്ത്രീ വിഷയത്തിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ശത്രുപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചത്? തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇടത് വലത് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥിരം വിഷയം ഒരു സ്ത്രീയെ എടുത്തിട്ട് മറ്റൊരാളെ നാറ്റിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ അത് അവരൊന്ന് കളിച്ചു നോക്കി. പക്ഷെ ഈ ഒരു മീറ്റു ആരോപണത്തിലേക്ക് അത് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. അത് സുരേഷ് ഗോപിയുടെ സ്വഭാവ ശുദ്ധിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബലമായിട്ട് നിൽക്കുന്ന ശ്രീമതി രാധികയുടെ ഒക്കെ തന്നെ ആ കുടുംബത്തിന്റെ ആ ബന്ധത്തിന്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കാൻ അവർക്കൊന്നും നടത്തിയെടുക്കാൻ സാധിക്കാതിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു വൾഗറായിട്ടുള്ള ഒരു ആരോപണം വന്നോടുകൂടിയിട്ട് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ചിന്തിക്കുന്ന സ്ത്രീകൾക്ക് ഒന്നുകൂടി ഈ മറുപക്ഷക്കാരോട് ഒരു ദേഷ്യം കൂടുകയാണ് ഉണ്ടായതെന്നുള്ളത്. ഇനി അവരെ തിരിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമായി. ഇങ്ങനെയൊന്നുമല്ല നമ്മളൊരു വോട്ട് പിടിക്കേണ്ടത്, ഇങ്ങനെയൊന്നുമല്ല ഒരു ഇലക്ഷൻ ജയിക്കേണ്ടത്, ഇങ്ങനെയല്ല അധികാരത്തിൽ എത്തേണ്ടത്. വൃത്തികേടുകൾ കാണിച്ചിട്ടും ഗുണ്ടായുസം കാണിച്ചിട്ടും ചേറുവാരി എറിഞ്ഞിട്ടും ഒന്നല്ല അധികാരത്തിൽ എത്തേണ്ടത്. അവനവന്റെ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റണം. അതിന് 5 കൊല്ലം ഭരിക്കുമ്പോൾ നേരെ ചൊവ്വ ഭരിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ മോദിയൊക്കെ തന്നെ വരണ സമയത്ത് എന്തുമാത്രം നേട്ടങ്ങളാണ് എണ്ണി എണ്ണി പറയല്ലേ. അവരുടെ ഓരോ നേതാക്കന്മാരും നേട്ടങ്ങൾ എണ്ണി പറയുകയാണ്. അവരെന്തെല്ലാം അവർ ആദ്യത്തെ ഇതിൽ വാഗ്ദാനം ചെയ്തു അതൊന്നൊന്നായി സാധിപ്പിച്ചിട്ട് അത് വിളിച്ചു പറഞ്ഞിട്ടാണ് വോട്ട് നടന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും അവർക്ക് വോട്ട് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും ഗുണം ഉണ്ടാവണം എന്നാണല്ലോ ജനങ്ങൾ ആലോചിക്കുക. പിന്നെ നമ്മള് ഒരു ട്രെൻഡാണല്ലോ, അതായത് ഈ സിനിമയൊക്കെ ആണെങ്കിൽ തന്നെ സ്ത്രീകളെ ഏറ്റവും ആകർഷിച്ച സിനിമ എന്ന് പറഞ്ഞിട്ടാണല്ലോ പണ്ട് പരസ്യം വരിക. അപ്പൊ സ്ത്രീജനങ്ങളെ ഇളകിക്കഴിഞ്ഞാൽ പെണ്ണൊരുമ്പെട്ട ബ്രഹ്മനും തടുക്കില്ല എന്നൊരു പ്രമാണമുണ്ട്. തൃശ്ശൂരിലെ ബ്രഹ്മന്മാരായിട്ടുള്ള ഈ ബാക്കി 2 സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ തന്നെ സാധ്യത. ബാക്കിയുള്ള ബ്രഹ്മന്മാരുടെ പ്രശ്നം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതെ 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 അതെ. പ്രത്യേകിച്ച് ഈ ഒരു ഞാൻ പറയുന്നത് ഒരു പാർട്ടിയില് മെമ്പേഴ്സ് ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഇപ്പൊ ഏത് പാർട്ടിയിലായാലും അതിപ്പോ നമ്മളൊരു തൊഴിലാളി വർഗത്തിന്റെ അതുപോലെ തന്നെ യൂണിയനുകള് അങ്ങനെയുള്ള സംഘടനകളിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ സ്ഥിരമായിരിക്കും. അതല്ലാതെ വലിയൊരു ജനത ഇതിനൊന്നും ബോധേഡല്ലാതെ കുടുംബം നയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കിപ്പോ എങ്ങനെയായാലും എന്താ അരിയുടെ വില കുറഞ്ഞോ കൂടിയോ, പെട്രോളിന്റെ വില പോലും നമുക്കാർക്കും സാധാരണ വീട്ടമ്മമാർക്ക് ബാധകമല്ല. പച്ചക്കറിയുടെ വില കുറഞ്ഞോ, തക്കാളിയുടെ വില കൂടിയോ, ഉള്ളിക്ക് വില കുറഞ്ഞോ നോക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ ഇവിടെ ഉണ്ട്, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത.
പക്ഷെ ഒരു കാലം വന്നിരിക്കുന്നു കേരളത്തിൽ, അതായത് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റാത്തൊരു പരിസ്ഥിതി, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാം കൊണ്ടും ജീവിച്ചു പോകാൻ പറ്റാത്തൊരു പരിസ്ഥിതി വന്നു. കുട്ടികളെയൊക്കെ തന്നെ മനസ്സോടെ തുച്ഛമായ ശമ്പളമാണെങ്കിൽ പോലും ഒരു ശമ്പളം കിട്ടൂലോ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി കയറ്റി വിടുകയാണ് പുറം രാജ്യങ്ങളിലേക്ക്. എങ്ങനെയും ജീവിച്ചു പോകണ്ടേ കേരളത്തില്? എല്ലാത്തിനും വില കൂടി. ഇപ്പൊ ഞാൻ പറഞ്ഞ കഴിഞ്ഞ 5 വർഷത്തെ ഇദ്ദേഹത്തിന്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം വസ്തുനികുതി കൂടി, വീട്ടുനികുതി കൂടി, ഇലക്ട്രിസിറ്റി ബില്ല് കൂടി, എല്ലാത്തിനും കൂടുതലല്ലാണ്ട് എന്നിട്ട് ഇവരൊരു പെട്രോൾ വില കൂടി 5-6 ഉറുപ്പ്യാന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി മാത്രം ഇവർ കിടന്ന് ബഹളം വെക്കും. ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൈം എന്താ പറയാ പ്ലേസ് ആക്കി മാറ്റുക കേരളത്തിന് എന്നുള്ളൊരു തന്ത്രമാണെന്ന് തോന്നുന്നു. കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിവിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇവിടെ വസ്തുവിന് വില കൂടി. ഇതൊക്കെ ഭൂമി മാഫിയ സഹായിക്കാൻ അതുള്ളൂ. നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും രണ്ടറ്റം മുട്ടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി. ഇനി അതൊന്നും പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ടിട്ട് വോട്ട് പിടിക്കാനൊന്നും സാധിക്കില്ല. മിരട്ടിയിട്ടും ഒക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇവിടെ തൃശ്ശൂരിലെ സ്ത്രീ ജനങ്ങളെ സ്വാധീനിക്കാൻ ഈ മറ്റ് 2 സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികൾക്ക് കെൽപ്പില്ലാത്തത് തന്നെയാണോ യഥാർത്ഥത്തിൽ ഈ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് പോകുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അവരുടെ കുറച്ച് അണികൾ ഉണ്ടാവും. എനിക്ക് ഇത് പറയുമ്പോ തമാശ പറയാതെ വയ്യ. നമ്മള് ക്യൂ നിൽക്കായിരുന്നു വോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു ചെറിയ പെൺകുട്ടി, അവൾ ആദ്യമായിട്ട് ഇത്തവണ വോട്ട് ചെയ്യാൻ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവളുടെ മുഖത്തുണ്ട്. അത് മറ്റേ ഇടതുപക്ഷത്തിന്റെ കുട്ടിയാണ്. കാരണം അവൾ അവിടെ നിന്ന് അത് ഫ്ലോണ്ട് ചെയ്യാണ്. അപ്പൊ അവള് നിന്നിട്ട് പറയാ, ഇന്നാള് ഉറക്കെ പറയാണ്, ഒന്നാമത് ഇതിന് ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരം കാര്യങ്ങൾ വോട്ടിന്റെ സമയത്ത് ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല, അത് തന്നെ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അവൾ അവിടെ നിന്ന് ഉറക്ക അമ്മമ്മ അവരോടൊക്കെ പറയാൻ, നമ്മളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോയിരുന്നു സുനിലേട്ടനെ കാണാൻ എന്തൊരു ഭംഗിയാ, മേക്കപ്പ് ഒന്നുമില്ല, പക്ഷെ സുനിലേട്ടനെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് പറയാം. ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ എന്താണ്, ഇവര് ഒരു പാർട്ടിന്നോ നേതാവെന്നോ ഭരണമെന്നോ ഇവരെ മനസ്സിലാക്കുന്നത് എന്താണ്? യാതൊരു ധാരണയില്ല. ഈ ഭംഗി കണ്ടിട്ടാണോ വോട്ട് ചെയ്യാൻ? ഞാൻ പിന്നെ എന്റെ ഒരു സ്വഭാവത്തിന് ചിലപ്പോൾ പ്രതികരിക്കുന്ന ഒരാളാണ്. അന്ന് വോട്ട് ദിവസമായതുകൊണ്ട് ആ കുട്ടിക്ക് അതിന് വിവരമില്ലാത്തതുകൊണ്ടും, അല്ലെങ്കിൽ ഞാൻ സമാധാനമായിട്ടെങ്കിലും പറഞ്ഞു, ഭംഗി കണ്ടിട്ടാണോ കുട്ടി വോട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവര് പാർട്ടി അണികളെ വരുത്തി വെച്ചിരിക്കുന്നത്. ആ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഈ കുട്ടി ഇതിങ്ങനെ കേട്ട് വളരുമ്പോ ചെറുതിലെ തൊട്ട് വീട്ടിൽ കേൾക്കണത് ഇവരുടെ പുകഴ്ത്തലുകളാണല്ലോ. ആ കുട്ടിയുടെ കണ്ണ് സ്വാഭാവികമായിട്ട് ആ ഭംഗിയായിരിക്കും കാണണ്ടാവുക. ഇപ്പോ നമ്മള് തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിന്റെ വികസനം എന്നുള്ള ഒരു ഘടകമാണ് പ്രധാനമായിട്ട് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ട് സമ്പർക്കം നടത്തി അവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ബാക്കി വെക്കുകയാണ് ഇനി എന്റെ ജീവിതം എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾ എന്തായാലും ഏറ്റെടുക്കാതിരിക്കും. തീർച്ചയായിട്ടും ഇത് കേൾക്കാൻ നമ്മൾ കൊതിക്കുകയല്ലേ. കാരണം മോദി എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇത്ര അധികം ഇഷ്ടമായത്? മോദിയെ അദ്ദേഹം പറയണു, എന്റെ ജീവിതം ഭാരതാംബയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു പാട്രിയോട്ടിസം ഉണ്ട്. അത് ഇടതിനും വലതിനും മധ്യരേഖയിലുള്ളവരൊക്കെ വിടൂ. ഭാരതത്തിലുള്ള ഒരു സാമാന്യ ജനതയ്ക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഭാരത ബോധമുണ്ട്. അവനവന്റെ രാജ്യത്തിനോട് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ ഈ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന രീതിയും അത് പിന്നെ മാറി വന്നതാണ്. ഈ ഫോറിൻ ഫണ്ട് കിട്ടി വേണ്ടാത്ത ലെവലിലേക്ക് പോകുമ്പോൾ ആ ഇഷ്ടമൊക്കെ മാറിയിട്ട് ഞങ്ങൾക്ക് ഭാരതത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വരുത്തി തീർക്കാനുള്ള വൃദ്ധാശ്രമങ്ങളാണല്ലോ ഇവർ നടത്തണത്. അപ്പൊ ശരിയായിട്ടുള്ള പാട്രിയോട്ടിസം ഉള്ള ആൾക്കാർക്ക് മോദി എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടമായത്? ആ ഒരു ഇതുകൊണ്ട് എന്റെ ജീവിതം നിങ്ങൾക്കുള്ളതാണ്, സഹോദരന്മാരെ, അമ്മമാരെ എന്നൊക്കെ ആ ഒരു ഹൃദയത്തിൽ തട്ടി വിളിക്കുക. അത് ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവും. അത് പ്രകടനമായിട്ട് ചെയ്യുമ്പോഴും അതല്ലാതെ ചെയ്യുമ്പോഴും ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാലമായിട്ട് നമ്മൾ ഇരുട്ടത്തായിരുന്നു, നമുക്കൊന്നും അറിഞ്ഞിരുന്നില്ല. ചില പ്രത്യേക തരം മീഡിയാസ് നമുക്ക് വിളമ്പി തരുന്ന ന്യൂസ് മാത്രമേ നമ്മൾ കേട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ നമുക്കൊന്നും അതിന് മെനക്കെടാൻ നേരം ഉണ്ടായിരുന്നില്ല. നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത് അത്രപ്പാടിലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് എല്ലാവർക്കും ഒരു വല്ലാത്ത അവബോധം വന്നു. കാരണം രാജ്യത്തിന്റെ പോക്ക് എങ്ങടാണെന്ന് മനസ്സിലായി. ടെററിസം തലപൊക്കിയത് മനസ്സിലാവുന്നുണ്ട്. പൈശാചികമായ കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും ബലാത്സംഗങ്ങളും, ഇപ്പൊ നിർഭയ കേസൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. മോദി വരണ്ടേ ഒന്ന് അവരെ തൂക്കിക്കൊല്ലാനായിട്ട്. അതോടുകൂടി ആ നിർഭയ പിടിച്ചിട്ടുള്ളവരുടെ പ്രചരണം എല്ലാം കഴിഞ്ഞു. കണ്ടില്ല, ഇവരൊരു ഇപ്പൊ മണിപ്പൂർ ഇഷ്യൂ നമുക്കറിയണ ഒരു കാര്യമാണ്. മണിപ്പൂർ ഇഷ്യൂ പണ്ടേയുള്ള കലാപങ്ങളാണ്. ഇത് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒന്ന് ചാവി കൊടുത്തിടും, എന്നിട്ട് ഒരു അജിറ്റേഷൻ ഉണ്ടാക്കും, എന്നിട്ട് അത് പറഞ്ഞിട്ട് വോട്ട് പിടിക്കും. അത് കഴിഞ്ഞ് അത് തണുത്തു. ഈ വക ട്രിക്കുകളൊക്കെ, അതായത് ഇവര് നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന, ഈ 2 പാർട്ടിക്കാരും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സൂത്രങ്ങളും ആൾക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. നമ്മൾക്കും നമ്മുടെ മക്കൾക്ക് ഈ ഗതി വരരുതെന്ന് എല്ലാ അമ്മയും വിചാരിക്കും. ബുദ്ധിയുള്ള ഏത് അമ്മയും വിചാരിക്കും, ബോധമുള്ള ഒരു അമ്മ. തീർച്ചയായും അപ്പൊ അമ്മമാരുടെ വോട്ടും സഹോദരിമാരുടെ വോട്ടും ഒക്കെ ഇവർക്ക് പുഷ്പം പോലെ കിട്ടും ഇനി.
അപ്പോ തൃശ്ശൂരിൽ ഇതൊരു സുരേഷ് ഗോപിക്ക് വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ. വിജയം എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതെ അതായത് എന്തായാലും വലിയൊരു മുന്നേറ്റം സുരേഷ് ഗോപി ഇത്തവണ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ ഇനിയിപ്പോ ഇവരുടെ ഈ വോട്ട് മറക്കലില് എത്ര തരം അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഏതായാലും EVM ആയതുകൊണ്ട് വേറെ കള്ളക്കളികൾ കളിക്കാനും ആർക്കും പറ്റിയിട്ടില്ല. അപ്പൊ ആ വോട്ട് ട്രാൻസ്പാരന്റ് ആണ്. വലിയൊരു മാർജിൻ സുരേഷ് ഗോപി കഴിഞ്ഞ മേടിച്ചതിനേക്കാളും ഇത്തവണ നേടുന്നുള്ളതിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. കാരണം അതുപോലെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ആൾക്കാരുടെ പ്രതികരണങ്ങളും അങ്ങനെയാണ്. ഈ ആന്റി പിണറായി തരംഗം കേരളത്തിൽ അലയടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ. ഈ നമ്മുടെ പെൻഷൻ അടക്കമുള്ള പല കാര്യങ്ങളും മുടങ്ങിക്കെടുക്കുന്നതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാത്തിന്റെ പേരിലും ആന്റി പിണറായിസം എല്ലാവർക്കും ഉള്ളിലുണ്ട്. ആ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ അതിനകത്തുള്ള മുറുമുറുപ്പുണ്ട് എന്നുള്ളത് ഇപ്പൊ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ നന്നാക്കാൻ വേണ്ടി മാത്രം, അതുപോലെ തന്നെ മകന്റെ ഭാര്യാപിതാവിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നിഷേധിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അത് വെറും ആരോപണങ്ങളൊന്നുമല്ലല്ലോ, ഇതെല്ലാം കേസ് തന്നെയാണ്. അതിനൊന്നും ദുർബലമായ വാദങ്ങളെ കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടടക്കണ പോലെ ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകള് കമ്പനി തുടങ്ങിയെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാവുന്ന ഒരു കാലത്തൊന്നുമല്ല. അത് വിശ്വസിച്ച് മിണ്ടാതിരിക്കുന്ന ആൾക്കാരും അല്ല അന്നത്തെ കേരളത്തിലെ ആൾക്കാർ. അപ്പൊ സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം, അങ്ങേരുടെ അധികാരം പിടിച്ചു വെക്കാൻ വേണ്ടി മാത്രം ഈ ഭരണം എന്ന് പറയുന്ന ഒരു വിക്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയെ, മാത്രവുമല്ല നമ്മളൊരു ഭരണാധികാരിയിൽ ഉറ്റുനോക്കണ ഒരു മാതൃകയായിരിക്കണം അദ്ദേഹം ലോകത്തിനും ജനങ്ങൾക്കും. വായ തുറന്നാൽ അസഭ്യമല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുകയും മുന്നും പിന്നും നോക്കാതെ ആൾക്കാരോട് വളരെ റൂഡായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരാളെ എത്ര കാലം ആൾക്കാർ, അങ്ങനത്തെ ഒരു നാടല്ല ഭാരതം. അതൊക്കെ പുറം രാജ്യങ്ങളിൽ പറ്റുമായിരിക്കാം, പക്ഷെ ഇവിടെ അത് നടക്കില്ല. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സ്ഥലത്ത് അത് നടക്കില്ല. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ പലപ്പോഴും ഈ മൗനം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഡീസൻസിയുടെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്നതുമാണ് ആൾക്കാര്. അതല്ലാതെ ആർക്കും വിളിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഉറക്കെ വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ തന്നെ നോക്കി, അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു എനിക്ക് രാഷ്ട്രീയ പ്രബുദ്ധത കൈവന്നതും നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നിട്ട് ധൈര്യമായിട്ട് പറയാനുള്ളൊരു ഇതെനിക്ക് വന്നു. എനിക്കങ്ങനെ തോന്നണു, എനിക്കത് പറയണമെന്നുണ്ട്. കാരണം ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഒരു വേദി കിട്ടി, നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്, നമ്മളത് എക്സ്പ്രസ് ചെയ്യണു. ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും എന്നറിയോ? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അവർ ഈ ചാനൽ ഫോളോ ചെയ്യുന്നത്. അവർക്ക് പറയാൻ കഴിയുന്നില്ല, അവര് പറയേണ്ട കാര്യങ്ങൾ ചിലർ പറയുന്നു. അതുകൊണ്ടാണല്ലോ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ തൃശ്ശൂരിലെ സാധ്യതകൾ BJPക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വലിയ അനുകൂലം തന്നെയാണ് അവസാനമായിട്ടുള്ള പ്രതീക്ഷ. വളരെ അനുകൂലമാണ്. വളരെ നന്ദി മേഡം, ഈ ഒരു സമയത്ത് നമ്മുടെ പ്രതികരിച്ചു. താങ്ക് യു. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. അത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. 2 വട്ടം ഇവിടെ സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ ഒരു അവസരം അത് ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായത്. ജൂൺ 4-ാം തീയതി നമ്മുടെ കേരളത്തിലെ ചരിത്രം വഴിമാറുമോ എന്നുള്ളത് നമ്മൾക്ക് കാണാം. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.